ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വെറുതെ കളയുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് പാരസിറ്റമോൾ ഇതുപോലെ എന്നിട്ട് നോക്കൂ, ശരിക്കും ഷോക്കാവും, ഞെട്ടിക്കും റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ മാങ്ങയുടെ ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലേ. മാങ്ങയൊക്കെ കുറേ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാന്ന് പോലും അറിയാതെ കുറേ കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവുന്ന അടിപൊളി ഒരു ഐറ്റമാണ് ഞാൻ ഈ മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മൂത്ത മാങ്ങ തന്നെ ഇതിന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇതൊരു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ നന്നായിട്ട് പഴുപ്പായിട്ട് വരും. ആ രീതിയിലുള്ള ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങ് പുളിപ്പും ഉണ്ടാവില്ല, എന്നാൽ നല്ല മധുരം ഉണ്ടാവില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന്റെ തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് അരഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇത് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ വേസ്റ്റൊക്കെ നമുക്കൊന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. മാങ്ങയൊക്കെ കുറച്ചധികം കിട്ടുന്ന സമയത്ത് എങ്ങനെ കേടാവാതെ സൂക്ഷിക്കാമെന്നും അതുപോലെ തന്നെ മാങ്ങ പുഴുക്കളൊന്നും വരാതെ എങ്ങനെ പഴുപ്പിക്കാമെന്നും ഒക്കെയുള്ള നല്ല അടിപൊളി ടിപ്സും വീഡിയോസും ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന അടിപൊളി ടിപ്സ് തന്നെയായിരിക്കും. ചക്കയും ഇതുപോലെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ഡസ്റ്റൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളമാണ് നമുക്കിതിന് വേണ്ടത്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് എടുക്കുന്നത്. ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിലേക്കാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് അധികം കുറച്ച് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ് ജാറിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിലേക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമുക്ക് ഡസ്റ്റ് താഴെയും അതിൻ്റെ ജ്യൂസ് മാത്രം മേലെയായിട്ട് വന്നിട്ടുണ്ടാകും. ആ ഒരു സമയം വരെ നമുക്കിത് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഡസ്റ്റ് താഴെ അടിഞ്ഞിട്ടുണ്ട്. മുകളിലുള്ള ജ്യൂസ് മാത്രമായിട്ട് ഞാൻ ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ഇതിലിട്ട് അലിവിച്ചെടുത്തുകൊണ്ട് തന്നെ അത് പഞ്ചസാരയിലുള്ള വേസ്റ്റൊക്കെ ഇതുപോലെ പതപതയായിട്ട് വരും. അപ്പോൾ ഈ സൈഡിലുള്ള വേസ്റ്റൊക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു മിശ്രിതം തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആ പഞ്ചസാരയുടെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അരിച്ചൊഴിവാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ചെയ്തെടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അത്യാവശ്യം അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിസ്ത എസൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കാണുമ്പോൾ നല്ലൊരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വെറുതെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഒരു നൂൽ പരുവമാകുന്നത് വരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ വറ്റി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ മിക്സ്. ഇനി കുറച്ചും കൂടെ സമയം നമുക്കൊന്നത് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു പരുവത്തിൽ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലുള്ള സിലിക്കോൺ മോൾഡിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചോക്ലേറ്റ് മോൾഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ട്രേയിലേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മളുടെ
മാങ്ങ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെക്കേഷന് കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഉറപ്പായിട്ടും മക്കൾക്കൊക്കെ ഇഷ്ടാവും ട്ടോ. ഈ ചെടി എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ആയിരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ണിച്ചെടിയിൽ നിന്നും ഉണ്ണിക്കായൊക്കെ പറിച്ച് തിന്നവരുണ്ടാവും. അപ്പോൾ അതുപോലുള്ള നോസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഇത് റോഡരികിലും അതുപോലെ തന്നെ നമ്മളെ വേലികളിലൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് വെട്ടിക്കളയാറായിരിക്കും പതിവ്. ചിലരിത് അലങ്കാര ചെടികളായിട്ടും ഇതുപോലെയൊക്കെ വളർത്തി വരുന്നുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഉണ്ണിച്ചെടി. ഉണ്ണിച്ചെടിയിൽ ധാരാളമായിട്ട് ആന്റി മൈക്രോബിയൽ, ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശങ്ങളിൽ ഇത് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് പലതരം കളറിൽ നല്ല ഭംഗിയായിട്ട് കാണുന്ന നല്ലൊരു ചെടി തന്നെയാണ് കേട്ടോ. പലരും ഇത് മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ക്യാൻസറിന്, സ്കിൻ ഡിസീസ്, ചിക്കൻ പോക്സ് എന്നീ രോഗങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രധാനമായും ആസ്മയെ കുറയ്ക്കുന്ന മരുന്നായും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മുറികളെ പെട്ടെന്ന് ഉണക്കാൻ ഇതിലുള്ള ആന്റി മൈക്രോബിയൽ, ആന്റിസെപ്റ്റിക് സഹായിക്കുന്നു. മുറികൾ, രക്തം കട്ടപിടിച്ച സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിന്റെ ഇടിച്ച് പിഴിഞ്ഞ നീര് നമ്മൾ തേച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്യൂറായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഉണ്ണിച്ചെടിയിലേക്ക് വിഷം കുറയ്ക്കാനുള്ള നല്ലൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പാമ്പ് കടിച്ച സ്ഥലത്ത് ഇടിച്ച് പിഴിഞ്ഞ നീര് തേച്ചു കൊടുക്കുകയാണെങ്കിൽ വിഷം കുറയുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ ഇല നല്ലൊരു കൃമിനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഇലകൾ പറിച്ചെടുത്ത് നിഴലിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം ഈവനിങ് ടൈമിലൊക്കെ നമ്മളത് കത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലിന് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഈച്ചയോ കൊതുകോ ഒന്നും തന്നെ വരില്ല കേട്ടോ. മാത്രമല്ല ഇതിന്റെ ഇല വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആവി പിടിക്കുകയാണെങ്കിൽ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ നമുക്ക് കുറയുന്നതായിട്ട് കാണാം. മുട്ടുവേദനയ്ക്കുള്ള സ്ഥലത്ത് ഈ ഇല നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ എടുത്ത് നമ്മൾ വേദനയുള്ള സ്ഥലങ്ങളിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അത് ക്യൂറായി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഉണ്ണിച്ചെടി നമ്മൾ ഒരിക്കലും വെട്ടിക്കളയരുത്. ഈ രീതിയിലൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിന്റെ പൂവിലും കായലും ഒക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇതുപോലുള്ള തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്തു എന്ന് മാത്രം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പാരസിറ്റമോൾ ആണ്. ഇതിൻ്റെ കൂടെ 2 കർപ്പൂരം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്തിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സാനിറ്റൈസറാണ്. ഒരു മൂടി സാനിറ്റൈസർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു സ്പൂണൊക്കെ എടുക്കുകയായിരിക്കും ഇതിന് നല്ലത്. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കോട്ടനോ അല്ലെങ്കിൽ നേരിയ തുണിയോ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഇതിൽ കഞ്ഞിവെള്ളം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ ഈ മിക്സൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് കുറേ നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടുള്ളത്. പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്തതിന് ശേഷം പാറ്റ പല്ലിയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ പാറ്റ പല്ലിയൊന്നും തന്നെ വരില്ല കേട്ടോ. അപ്പോൾ പാറ്റ പല്ലി മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു റെമഡി ചെയ്ത് നോക്കാം. രാത്രി സമയങ്ങളിൽ അതുപോലെ തന്നെ ഇരുണ്ടതും നനവുള്ള സ്ഥലങ്ങളിലുമായിരിക്കും കൂടുതലായിട്ട് ഇവകളെ കാണപ്പെടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാനിറ്റൈസറിന് പകരം നിങ്ങൾക്ക് ഡെറ്റോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.